കുട്ടികൾക്കും സ്ത്രീകൾക്കും പൊതുവെ പിടിപെട്ടേക്കാവുന്ന അസുഖങ്ങളും അവയ്ക്കുള്ള പരിഹാരവുമായി ഡോക്ടേഴ്സ് വ്യൂ. ഇന്നത്തെ കാലത്ത് അധികം ആരും തിരിച്ചറിയപ്പെടാത്തതും എന്നാൽ കൂടിക്കൂടി വരുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും നന്നായിട്ട് വെയിൽ കൊള്ളുമ്പോൾ തന്നെ നമുക്ക് വിറ്റാമിൻ ഡിയുടെ നമുക്ക് ശരീരത്തിൽ ലഭിക്കുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്ന പഠനത്തിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുന്നവരിൽ പോലും ഈ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് ഈ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാവരും കണ്ടുപിടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ പോലും ഒരുപാട് പേരിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ തിരിച്ചറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം തന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ വിറ്റാമിൻ ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഫാറ്റ് സോലബിൾ വിറ്റാമിൻ ആയിട്ടുള്ള കുറച്ച് വിറ്റാമിൻസ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ ആണ്. അതിൽ രണ്ടാമത് വരുന്ന വിറ്റാമിനാണ് നമ്മുടെ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോഴാണ്. സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ വിറ്റാമിൻ ഡിയുടെ സിന്തസിസ് നടക്കുന്നത്. അതുപോലെ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ സിന്തസിസ് ചെയ്ത് എടുക്കാനായിട്ട് ലിവറിൻ്റെ ഫംഗ്ഷനും കിഡ്നിയുടെ ഫംഗ്ഷനും ഒക്കെ അത്യാവശ്യമായിട്ട് നടക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കൊക്കെയാണ് ഈ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വേഗൻസ് ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റ് ചെയ്യുന്നവർ, അതായത് പാല് പോലും കഴിക്കാത്തവർ, പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർ, അതായത് പാലും കഴിക്കുന്നില്ല, മീനും മുട്ടയും ബീഫും അങ്ങനത്തെ ഒരു സാധനങ്ങളും കഴിക്കാത്ത രീതിയിലുള്ള വേഗൻസ് ഡയറ്റ് എടുക്കുന്നവർക്കാണ് സാധാരണയായിട്ട് ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണുന്നത്. കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്കത് നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂടി നന്നായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കാൽസ്യം അടങ്ങിയിട്ടുള്ള എത്ര ഫുഡ് നമ്മൾ കഴിച്ചാലും നമ്മുടെ വിറ്റാമിൻ ഡി ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാൽസ്യം ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും എല്ലുകൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു. ഓസ്റ്റിയോപോറോസിസ് പോലെ എല്ലിന് തേയ്മാനും എല്ലിൽ സുഷിരമൊക്കെ വരുന്ന അവസ്ഥകളും, ബോൺസൊക്കെ വളഞ്ഞു പോകുന്ന അവസ്ഥ, മസിൽസിലൊക്കെ വീക്ക്നെസ് വരുന്ന അവസ്ഥ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെയിൽ കൊള്ളേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ ദിവസം ഒരു 15 മിനിറ്റൊക്കെ വെയിൽ കൊണ്ടാലും മതിയാവും. അപ്പോൾ നമുക്ക് ഈ അതിരാവിലെ ഉള്ള ഏർലി ഉള്ള വെയിലും അല്ലെങ്കിൽ വൈകുന്നേരം ഉള്ള വെയിലും ഒന്നുമല്ല ആക്ച്വലി നമുക്ക് വിറ്റാമിൻ ഡിയുടെ സിന്തസിന് ആവശ്യമായിട്ടുള്ളത്. ഒരു 11 മണിക്കും ഒരു 3 മണിക്കും ഇടയ്ക്ക് കിട്ടുന്ന വെയിലാണ്. അതൊരു 15 മിനിറ്റൊക്കെ വെയിൽ കൊണ്ടാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വിറ്റാമിൻ ഡിയുടെ സിന്തസിസ് നടക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഏതൊക്കെ ഫുഡിനകത്തു നിന്നാണ് നമുക്ക് വിറ്റാമിൻ ഡി നന്നായിട്ട് കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പാലിനകത്തുനിന്ന്, മുട്ടയ്ക്കകത്തുനിന്ന്, പിന്നെ ബീഫിൻ്റെ ലിവറിനകത്തുനിന്ന്, അതുപോലെ മീനിനകത്തുനിന്ന്, മീനെന്ന് പറയുമ്പോൾ ചാള, മത്തി മുതലായിട്ടൊക്കെ ഉള്ള മീനുകളിനകത്തുനിന്ന്, അതുപോലെ നമുക്ക് ചില തരത്തിലുള്ള മഷ്റൂംസിനകത്തുനിന്ന്, ഇവയ്ക്കകത്തുനിന്നൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് ഈ വിറ്റാമിൻ ഡി കിട്ടുന്നത്. അതുപോലെ കോഡ് ലിവർ ഓയിലിനകത്തുനിന്ന് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫുഡിൽ കൂടെ ലഭിക്കുന്ന വിറ്റാമിൻ ഡിയും അതുപോലെ സൺഷൈനും കൂടി കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വിറ്റാമിൻ ഡി സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ വൃക്കകൾക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരും. കാര്യം വൃക്കകളുടെ ആക്ഷൻ കൂടി കിട്ടിയാൽ മാത്രമേ നമ്മളെ വിറ്റാമിൻ ഡിയുടെ ആ ഒരു സിന്തസിസ് കറക്റ്റ് നടക്കത്തുള്ളൂ. അപ്പോൾ വൃക്കകളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പോൾ വൃക്കകളുടെ എന്തെങ്കിലും രീതിയിലുള്ള തകരാറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിറ്റാമിൻ ഡിയുടെ പ്രശ്നങ്ങൾ വരും. അതുപോലെ നമ്മുടെ ആമാശയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമോ അല്ലെങ്കിൽ കോൺസ് ഡിസീസ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഫുഡിനകത്തുനിന്ന് കറക്റ്റായിട്ട് ന്യൂട്രീഷൻ വലിച്ചെടുക്കുന്ന രീതിയിലുള്ള പ്രക്രിയക്കൊക്കെ തടസ്സം വരുന്ന എന്ത് അസുഖം ഉണ്ടെങ്കിലും അവയൊക്കെ തന്നെ നമുക്ക് ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ പാലും മറ്റ് സാധനങ്ങളും ഒക്കെ സ്ഥിരം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഒരു വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദേഹം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവർക്ക്, തീരെ വെയിൽ കൊള്ളാത്തവർക്ക്, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവരൊന്നും തീരെ വെയിൽ കൊള്ളാറില്ല, വെളിയിലൊന്നും പോകാറില്ലാത്തവരാണെങ്കിൽ, അപ്പം തീരെ വെയിൽ കൊള്ളാത്തവരാണെന്നുണ്ടെങ്കിലും, അതുപോലെ വലിയ ഡ്രസ്സൊക്കെ ധരിക്കുന്നവർ, നന്നായിട്ട് കറുത്തൊക്കെ ഇരിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും എല്ലാം തന്നെ ഈ വിറ്റാമിൻ ഡി
കറക്റ്റായിട്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ ബോൺ പെയിൻ തന്നെയാണ്. അപ്പോൾ ബോണിനൊരു വീക്ക്നെസ് പോലെ വരിക. അപ്പം മൊത്തത്തിൽ മുതിർന്നവർക്കായാലും ശരി കുട്ടികൾക്കായാലും ശരി ബോണിനൊരു വീക്ക്നെസ് പോലെ വരുന്നതാണ് പ്രധാനമായിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലിലേക്ക് ബോണൊക്കെ ഇങ്ങനെ വളഞ്ഞതുപോലെ തോന്നും, കുറച്ച് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന രീതിയിലൊക്കെ ഉള്ള ബോൺസൊക്കെ ആയിരിക്കും. അപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും ഓസ്റ്റിയോപോറോസിസ് പോലെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ അതിൻ്റെ ഫലമായിട്ട് വരുന്നു. അതായത് ബോൺസിലൊക്കെ ചെറുതായിട്ട് സുഷിരങ്ങൾ വരിക അല്ലെങ്കിൽ തേയ്മാനങ്ങൾ വരിക പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ തലയ്ക്ക് കൂടുതലായിട്ട് വിയർപ്പുണ്ടാവുക, എപ്പോഴും ഒരു മൂഡ് ഓഫ് ഉള്ള പോലെ, അതായത് കുറച്ച് ഡിപ്രഷൻ വന്നതുപോലെ തോന്നുക, നല്ല ക്ഷീണം ഉണ്ടായിരിക്കുക, ഇവയൊക്കെ തന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ആയിട്ട് കാണാറുണ്ട്. നമുക്ക് വിറ്റാമിൻ ഡിയെ പറ്റി ഈ അടുത്തിടയ്ക്ക് നടത്തിയ റിസർച്ചുകളിൽ തെളിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തലച്ചോറിൻ്റെയും നമ്മുടെ കരളിൻ്റെയും വൃക്കയുടെയും ഹൃദയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വിറ്റാമിൻ ഡി കിട്ടിയിരിക്കണം. അതുപോലെ മാനസിക രോഗങ്ങളായിട്ടുള്ള ഡിമെൻഷ്യ, പിന്നെ മറവി രോഗമായിട്ടുള്ള ആൽഷിമേഴ്സ് ഡിസീസ്, വയറിനെ ബാധിക്കുന്ന രീതിയിലുള്ള മറ്റു തരത്തിലുള്ള ആമാശയ രോഗങ്ങൾ, പിന്നെ ആസ്മ രോഗം സ്ഥിരമായിട്ട് വരുന്നവർക്ക്, ഇവർക്കൊക്കെ തന്നെ വിറ്റാമിൻ ഡിയുടെ പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. കാര്യം വിറ്റാമിൻ ഡി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു, ഡയബറ്റീസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ കാരണമാകുന്നു, അങ്ങനെ ഹൃദയത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവയൊക്കെ തന്നെ കൂട്ടാനായിട്ട് കാരണമാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ വിറ്റാമിൻ ഡി കറക്റ്റായിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ക്യാൻസർ വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതിനാൽ വിറ്റാമിൻ ഡി കറക്റ്റായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസരത്തിലാണ് നമുക്ക് വിറ്റാമിൻ ഡി നന്നായിട്ട് വേണ്ടത്. കാര്യം കുട്ടിയുടെ ആ ഒരു വളർച്ചയ്ക്കൊക്കെ വിറ്റാമിൻ ഡി വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അവസരത്തിലും വിറ്റാമിൻ ഡി നന്നായിട്ട് വേണം. കാര്യം കുട്ടിക്ക് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ തനിയെ തന്നെ വിറ്റാമിൻ ഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പാലിൽ നിന്നാണ് കുട്ടിക്ക് ആ വിറ്റാമിൻ ഡി കിട്ടുന്നത്. അപ്പം ആ സമയത്തൊക്കെ തന്നെ അമ്മമാർ ആവശ്യത്തിന് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള പാലും മത്സ്യങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പം വേഗൻ ഡയറ്റായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് സപ്ലിമെൻറ്റ്സും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് പണ്ടൊക്കെ അധികമാരും വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്തിരുന്നില്ല, എന്നാൽ ഇപ്പോൾ വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഒരു 15 താഴേക്കാണ്, 15 നാനോമീറ്ററിന് താഴെയൊക്കെ, നാനോ അളവിലേക്ക് താഴെയൊക്കെ ഉള്ള വിറ്റാമിൻ ഡി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ ഡോസൊക്കെ തീരുമാനിച്ച് ആ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡിയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് കൊച്ചുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം. അതെന്ന് പറഞ്ഞാൽ ബോൺസിനൊക്കെ വീക്ക്നെസ് ഉണ്ടാകുക, ബോൺസ് വളഞ്ഞു പോവുക, ബോൺസ് കറക്റ്റായിട്ട് ഉണ്ടാവാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ. അത് മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ ബോൺസൊക്കെ ഒത്തിരി തിന്നായി പോകുന്ന രീതിയിലും മസിൽസിന് വീക്ക്നെസ് ഒക്കെ വരുന്ന രോഗവും, അതുപോലെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞിട്ട് എല്ലുകൾക്കൊക്കെ ക്ഷയം ഉണ്ടാകുന്ന രോഗം ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ സാധാരണ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാൽസ്യം നന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. അപ്പം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡും കാൽസ്യം സപ്ലിമെൻറ്റ്സും ഒക്കെയാണ് എല്ലാവരും എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ബോൺ പെയിനോ അല്ലെങ്കിൽ ബോൺ വീക്ക്നെസ്സോ എന്ത് വന്നാലും എല്ലാവരും കാൽസ്യത്തിനെ പറ്റി മാത്രമാണ് തിങ്ക് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരിലും നടത്തിയിട്ടുള്ള പഠനത്തിൽ വിറ്റാമിൻ ഡിയും കൂടി നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാര്യം പണ്ടത്തെ അപേക്ഷിച്ച് നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുന്നവരിൽ പോലും ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് പോലെയൊക്കെ വന്നിട്ട് ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പം എല്ലാ കുട്ടികളും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ പുറത്തൊക്കെ പോയി വെയിലത്തൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് പേരൻസ് സമ്മതിക്കുക. എല്ലാ സ്ത്രീകളും തന്നെ കുറച്ച് നേരമെങ്കിലും വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ ഡി കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ നമുക്ക് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നിട്ട് ഈ പറഞ്ഞതുപോലത്തെ ബോൺ പെയിനോ അങ്ങനത്തെ എന്ത് സാധനം വന്നാലും എത്രയും പെട്ടെന്ന് തന്നെ അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സപ്ലിമെൻറ്റ്സ് എടുക്കുവാനും, അതുപോലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസി ടൈമിലും നന്നായിട്ട് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അകാരണമായിട്ടുണ്ടാകുന്ന ഈ ബോൺ പെയിനും ബോൺ വീക്ക്നെസ്സും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പം സപ്ലിമെൻറ്റ്സ് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാര്യം രോഗിക്ക് എത്ര നീഡാണ് ഉള്ളതെന്നനുസരിച്ചിട്ടാണ് സാധാരണയായിട്ട് സപ്ലിമെൻറ്റ്സ് ഡോക്ടർ കൊടുക്കുന്നത്.
പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് നേരത്തെ തന്നെ ഈ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചാൽ മതിയാവും. അതുപോലെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം കാണുന്നത്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ലോങ് സ്ലീവൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്ന സ്ത്രീകൾക്കൊക്കെയാണ് പ്രശ്നം കാണുന്നത്. അപ്പം ഗൾഫിലൊക്കെ താമസിക്കുന്ന സ്ത്രീകളാണെങ്കിൽ എന്തായാലും അവരുടെ വിറ്റാമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. കാര്യം അവർ തീരെ വെയിലേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രശ്നം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ അവർക്ക് ഹൃദ്രോഗങ്ങളും ക്യാൻസറും അതുപോലെ എന്തെങ്കിലും അൽഷിമേഴ്സ് ഡിസീസ് അങ്ങനെ എന്ത് അസുഖം വേണമെങ്കിലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരാനും അതുപോലെ എല്ലുകൾക്ക് തേയ്മാനം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനാൽ അതുമൊക്കെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ആമാശയത്തിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യുക. പാലൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിലും മറ്റ് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നവരാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് സപ്ലിമെൻ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുക. പ്രഗ്നൻസി ടൈമിലും ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികൾക്കും ഈ പറയുന്ന ആഹാരം എല്ലാ മാതാപിതാക്കൾക്കും കൊടുക്കുക.